ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അൽഫായിസീന ബിറിദ്വാനില്ലാ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധമാക്കപ്പെട്ട റമദാനു ഷരീഫ് നമ്മോട് യാത്ര പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളും എല്ലാ സുകൃതങ്ങളും നമ്മിൽ നിന്ന് പരിപൂർണമായി കബൂൽ ചെയ്യുമാറാവട്ടെ. ഈ അവസരത്തിൽ നാം ചിന്തിക്കേണ്ടത്, ഈ റമദാനു ഷരീഫിൽ നാം ആർജിച്ചെടുത്ത ഈമാനികമായ ഊർജം, ആത്മീയമായ ചൈതന്യം, ഇവ അണയാതെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ്. ഈ റമദാൻ മാസത്തിൽ നാം ഒരുപാട് കഷ്ടപ്പെടുന്നവരുടെ കഷ്ടപ്പാടുകളും, പട്ടിണി കിടക്കുന്നവന്റെ വിശപ്പും ദാഹവും, ദാരിദ്ര്യം അനുഭവിക്കുന്നവന്റെ ബുദ്ധിമുട്ടുകളും നേരിട്ട് അനുഭവിച്ച് മനസ്സിലാക്കിയവരാണ്. ഈ അനുഭവത്തിന്റെ വെളിച്ചത്തിലാവണം ഇനിയുള്ള കാലമത്രയും നമ്മുടെ ജീവിതം. ഇനി ഒരു റമദാനു ഷരീഫ് വരുന്ന സമയത്ത് നമ്മൾ ഉണ്ടാകുമോ എന്ന കാര്യം നമുക്ക് യാതൊരു ഉറപ്പുമില്ല. ഒരുപാട് റമദാനു ഷരീഫുകളെ വരവേൽക്കാനും അതിനോടുള്ള എല്ലാ കടമകളും വീട്ടിക്കൊണ്ട് നല്ല രൂപത്തിൽ യാത്രയാക്കാനും അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇപ്പോൾ നമ്മളുള്ളത് ശൗവാലിന്റെ തുടക്കത്തിലാണ്, പെരുന്നാളിന്റെ ആഘോഷങ്ങളിലാണ്. ചിന്തിക്കേണ്ട ഒരു കാര്യം, പെരുന്നാൾ ദിവസം എന്ന് പറഞ്ഞാൽ കേവലം ഒരു ആഘോഷത്തിന്റെ ദിവസത്തിനപ്പുറം ആരാധനകളുടെ ദിവസം കൂടിയാണ്. ഈദ് നമസ്കാരം നിർവഹിച്ചും ഫിത്ർ സക്കാത്ത് കൊടുത്തു വീട്ടിയും കുടുംബ ബന്ധങ്ങൾ പുലർത്തിയും മുൻഗാമികളായ പൂർവസൂരികളായ മുഅ്മിനീങ്ങളുടെ ഖബർ സിയാറത്ത് ചെയ്തും ഒക്കെയാണ് നാം ഈ ദിനം കൊണ്ടാടേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാരൂപത്തിൽ ആഘോഷിക്കാൻ നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.